ഹലോ ഗൈസ്, ആദർശ് സോഫയിൽ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് ദേവ്യാനി വരുന്നുണ്ട്. മോനെ ആദർശേ. ആ എന്താ അമ്മേ? നിനക്ക് എന്നോട് ഇപ്പോഴും പിണക്കമാണോടാ? ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മേ. നാളെ ഒരു ടീം വരുന്നുണ്ട്, അവർക്ക് വേണ്ടി ഡിസൈൻ നോക്കുകയായിരുന്നു ഞാൻ. അത് നയനോട് പറഞ്ഞാൽ പോരെ, അവള് നല്ലത് സെലക്ട് ചെയ്തിട്ടില്ലേ? ഏയ് അത് വേണ്ടമ്മേ, എപ്പോഴും അവളെ ആശ്രയിക്കാൻ പറ്റില്ലല്ലോ. അതെന്താ നയനയോട് ചോദിച്ചിട്ടില്ല നീ കസ്റ്റമേഴ്സിന് ഡിസൈൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാറ്? അതെ അമ്മേ, പക്ഷേ എന്നും അവള് നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ. എന്നാലും അവളിപ്പോ ഇവിടെ ഉണ്ടല്ലോ. അത് ശരിയാകില്ല അമ്മേ, ഇതൊക്കെ ഞാനും പഠിക്കണം. വലിയ കമ്പനിയുടെ MD എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പണ്ട് ഞാൻ കരുതിയിരുന്നു ഡിസൈനിന്റെ കാര്യത്തിൽ സെലക്ട് ചെയ്യുന്നതിൽ എന്നെ തോപ്പിക്കാൻ ആരുമില്ലെന്ന്. എന്നാലേ നയനയുടെ മുന്നിൽ ഞാൻ ശരിക്കും തോറ്റുപോയി. അതുകൊണ്ടല്ലേ മോനെ ഞാൻ പറഞ്ഞത്, നയനയോട് നീ ചെന്ന് ചോദിക്ക്. അവളുടെ അഭിപ്രായം 100% ജെനുവിനായിരിക്കും. കസ്റ്റമേഴ്സിന് അത് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടും. അമ്മ, ഇന്ന് ആവശ്യമില്ലാതെ അമ്മ അവളെ അടിച്ചു. ആ പാട് ആ പാവത്തിന്റെ മുഖത്ത് നിന്ന് ഇതുവരെ പോയിട്ടില്ല. ആ പാട് കണ്ടാൽ തന്നെ അറിയാം അമ്മ എത്ര ശക്തിയായിട്ട് അവളുടെ മുഖത്ത് അടിച്ചതെന്ന്. മോനെ ആദർശേ, എനിക്കൊരു തെറ്റുപറ്റി. അത് എന്റെ എടുത്തുചാട്ടം കൊണ്ട് തന്നെയാണ്, അതും ഞാൻ സമ്മതിച്ചു. അതിന് ഞാൻ നയനയോട് മാപ്പും പറഞ്ഞു. അമ്മേ, നയനയും നമ്മളെപ്പോലെ മനുഷ്യനാ അമ്മേ. പുറമേയുള്ള വേദനയേക്കാൾ കൂടുതൽ അവളുടെ മനസ്സിനായിരിക്കും വേദന. പാവം, ഇനിയും അവളെ വേദനിപ്പിക്കുന്നതിൽ ഒരർത്ഥവുമില്ല അമ്മേ. ഇപ്പോ ഒരു താൽക്കാലിക ജീവിതം അവളുടേത്. അമ്മ പറഞ്ഞ ഏത് നിമിഷം അവൾക്ക് ഈ പടി ഇറങ്ങേണ്ടി വരും. അന്ന് എന്റെ മനസ്സിൽ നിന്നും നയനയ്ക്ക് ഇറങ്ങിപ്പോകേണ്ടി വരും. വെറും മുത്തശ്ശന് വേണ്ടി മാത്രമാ അവളിപ്പോ ഇവിടെ നിൽക്കുന്നത്. ഓഹോ, അപ്പോ നീ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്ന് അർത്ഥം. അമ്മേ, ഇനിയും ഞാനത് പറയാതിരിക്കുന്നത് തെറ്റാ. എനിക്ക് അവളോട് ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമുണ്ട്. ഞാൻ നയനയെ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷേ എന്റെ അമ്മയെ വേദനിപ്പിച്ച് എനിക്കൊരു ഇഷ്ടവും വേണ്ട. അതുകൊണ്ട് അമ്മ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. എന്റെ അമ്മ ഒരിക്കലും വേദനിക്കരുത്. അപ്പോ അങ്ങോട്ടേക്ക് മൂർത്തിമുത്തശ്ശൻ വരുന്നുണ്ട്. മൂർത്തിമുത്തശ്ശൻ പറയുന്നുണ്ട്, അപ്പോ നിന്റെ ഭാര്യയെ വേദനിപ്പിക്കാമോ? അവളും ഒരു സ്ത്രീയാ, ഒരമ്മയാവേണ്ടവൾ. ദേവയാനി, നിനക്കിപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലേ? ഞാൻ കരുതി നീ എനിക്ക് വേണ്ടിയെങ്കിലും നന്നായെന്ന്. അപ്പോ ഞാൻ പോയാലേ എന്നെങ്കിലും നയനമോൾ ഇവിടുന്ന് പടിയിറങ്ങേണ്ടി വരും. ആദർശേ, നിന്നിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് തകർന്നു. അപ്പൊ ദേവയാനി പറയാണ്, അച്ഛാ, അതിന് ഞാൻ നയനയെ ഉപേക്ഷിക്കാനൊന്നും ആദർശനോട് പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ അങ്ങനെ പറയില്ല അച്ഛാ. ദേവയാനി, എന്റെ അസുഖത്തിന്റെ കാഠിന്യം മനസ്സിലാക്കി നീ വെറുതെ എനിക്ക് വേണ്ടി വാക്കുകൾ മാറ്റി പറയരുത്. ഒരിക്കലും അല്ല അച്ഛാ. എനിക്ക് അവളെ മരുമകളായി അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് അവളോട് ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അച്ഛാ, ഞാൻ അവളെ സ്നേഹിക്കാൻ നോക്കും. എന്റെ മനസ്സിനെ പറഞ്ഞ് ധരിപ്പിക്കും. അവളെ മരുമകളാക്കാൻ ഞാൻ ശ്രമിക്കും അച്ഛാ. എനിക്കതേ ചെയ്യാൻ പറ്റൂ. ഞാൻ ഒരിക്കലും ആദർശിനോട് അവളെ ഉപേക്ഷിക്കാൻ പറയില്ല. ഇത് ഞാൻ അച്ഛന് തരുന്ന വാക്കാ. ഇത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശന് ആകെ അത്ഭുതമാവട്ടോ. മുത്തശ്ശൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ ദേവയാനിക്ക് ഇത് പെട്ടെന്ന് എന്താ ഇങ്ങനെയൊരു മാറ്റെന്ന്. എന്തായാലും ദേവയാനി നയനയുടെ മുഖത്തടിച്ചതിന്റെ ഒരു പശ്ചാത്താപത്തിലൂടെയാണ് അമ്മയ്ക്ക് ഈ സ്നേഹം വന്നതെന്നൊക്കെ ആദർശിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ബാക്കി അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.